റിവിഷൻ ടോക്കിൻ്റെ മറ്റൊരു മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ബഷീർ, ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ. +1 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കൗണ്ടൻസിയിലെ 10ാമത്തെ ചാപ്റ്ററായ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അഥവാ സിംഗിൾ എൻട്രി എന്ന പാഠ്യഭാഗത്തിൽ എങ്ങനെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാമെന്നുള്ള ഇതിലെ പാർട്ട് 1 എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. An accounting system which is not based on double entry. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി. അത് ഡബിൾ എൻട്രിയെ ബേസ് ചെയ്തിട്ടല്ല എങ്കിൽ, അപ്പോൾ ഡബിൾ എൻട്രിയെ ബേസ് ചെയ്തല്ലാത്ത അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഓർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഇൻ അതർ വേർഡ്സ് നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയും പറയാവുന്നതാണ്, ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ ദോസ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്? അറ്റ് പ്രസൻറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്, അല്ലേ? അതെന്തല്ല, കംപ്ലീറ്റ് അല്ല. എന്ത് പ്രകാരം കംപ്ലീറ്റ് അല്ല? ആർ നോട്ട് കംപ്ലീറ്റ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം കംപ്ലീറ്റ് അല്ലാത്ത ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിനെയാണ് ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രിയെക്കുറിച്ച് ഒരു ആമുഖം, എന്താണ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു മീനിങ് ആണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. തൊട്ട അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും കൂടെ പറയുമ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പോയിന്റ് നോക്കുക, മെയിൻറ്റെയിൻഡ് ബൈ സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്? സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നോക്കൂ, മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. നമ്മൾ നേരത്തെ അക്കൗണ്ടുകളെ 3 ആയിട്ട് തരംതിരിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ഇങ്ങനെ നമുക്ക് 3 ആയി തരംതിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് റൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെ 5 ആക്കിയും കൊണ്ട് പറയാറുണ്ട്. എങ്ങനെയാ? അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ഇൻകം. അപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നതിന് പകരം നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ആ റൂളിൽ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അസറ്റ് അക്കൗണ്ട്, അതായത് റിയൽ അക്കൗണ്ടിലെ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇൻകംപ്ലീറ്റ് ആവുന്നത്, ഇതിനെ എന്തുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് എന്നുള്ളതിനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് ഈ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ കിട്ടും. അതിനെ സഹായിക്കുന്ന ഒരു പോയിന്റാണ് മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിയൽ അക്കൗണ്ടിലെ ക്യാഷ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നോമിനൽ അക്കൗണ്ടോ? നോമിനൽ അക്കൗണ്ടിനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോമിനൽ അക്കൗണ്ട് പൂർണ്ണമായി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നോമിനൽ അക്കൗണ്ട് നമ്മൾ ചെയ്യാതിരിക്കുകയും പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുകയും ദെൻ റിയൽ അക്കൗണ്ടിലെ ക്യാഷ് അക്കൗണ്ട് മാത്രം കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നുള്ളത് നമ്മുടെ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലും ഇവിടെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ അത് കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാക്കാൻ, അതായത് ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, റിയൽ അക്കൗണ്ടിലെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതേപോലെ നോമിനൽ അക്കൗണ്ട് പൂർണ്ണമായി നമ്മൾ അവഗണിക്കുന്നു. അത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട്, അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതെല്ലാം പൂർണ്ണമായും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ആണ് ഈ സിസ്റ്റത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം എന്നുള്ള കാര്യം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഇതിൽ അടുത്ത പോയിന്റ് നോക്കൂ, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഒറിജിനൽ ഡോക്യുമെന്റ്.
അല്ലേ? ഇവിടെ നമ്മൾ എല്ലാ ഡോക്യുമെൻസും, എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി, അല്ലേ? ഇവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല. ഡബിൾ എൻട്രിയിൽ കാണുന്നത് പോലെയുള്ള ഒരു യൂണിഫോമിറ്റി നമുക്ക് ഇവിടെ അത് നഷ്ടപ്പെടുന്നു, ഇവിടെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഡിഫിക്കൽറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഡിഫിക്കൽറ്റി ഇൻ പ്രിപ്പറേഷൻ, അത് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിംഗിൾ എൻട്രിയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പോലെ അല്ലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുമ്പോഴും അത് പൂർണ്ണമായിട്ട് നമ്മൾ ഡബിൾ എൻട്രിയിൽ ചെയ്യുന്നത് പോലെ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുക എന്നല്ലാതെ അത് ഡബിൾ എൻട്രിയിൽ ചെയ്യുന്നത് പോലെ എന്താവണമെന്നില്ല, ആക്യുറേറ്റ് ആവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രിയിൽ ചെയ്യുന്നത് പോലെ റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണമെന്നില്ല. അപ്പം തൽക്കാലത്തേക്കുള്ള ഒരു പ്രോഫിറ്റ് എത്രയാണ് എന്ന് പറയുന്ന ഒരു ഏകദേശ രൂപം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നല്ലാതെ അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കാണുന്നത് പോലെ കൃത്യമായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഡിഫിക്കൽറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്നിവിടെ പറയാനുള്ള കാരണം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. നമ്മൾ ഈ പാഠ്യഭാഗത്തിൻ്റെ ആദ്യാവസാനം വരെ ചർച്ച ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡാണ്. ഈ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൺവേർഷൻ മെത്തേഡ് നമ്മൾ മറ്റൊരു മൊഡ്യൂളായി അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. കൺവേർഷൻ മെത്തേഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ഈ മെത്തേഡിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നോട് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മെത്തേഡിനെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും, അല്ലേ? നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് നേരിട്ട് ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് അസറ്റ്സ്, ലാബിലിറ്റി, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റീസ്. അസറ്റിൽ നിന്നും ലാബിലിറ്റി മൈനസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം എന്നുള്ള ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ തയ്യാറാക്കുന്നു. അസറ്റ് സൈഡിൽ നമ്മൾ അസറ്റ്സ് എഴുതുന്നു, ദെൻ ലാബിലിറ്റി സൈഡിൽ ലാബിലിറ്റീസ് എഴുതുന്നു. അസറ്റ്സിൽ നിന്നും ലാബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പോലെ നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അത് നമുക്കൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞാലോ, കുറച്ചും കൂടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സുകളാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്തിനാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ആ പ്രോബ്ലത്തിൽ നമുക്ക് നോക്കിയ സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി എന്തിനാണ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിന് എ എന്നും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിന് ബി എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റെപ്സ് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണെന്നും അതിൽ എ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണെന്നും ബി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണെന്നും ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപകാരപ്രദമാകും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്
നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു, എ എന്ന് പറയാം നമുക്കതിനെ. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നു കഴിഞ്ഞാൽ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ആ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വെച്ചുകൊണ്ട് മറ്റുള്ള ഡ്രോയിങ്സ് അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഒരു ഫോർമാറ്റ് കാണാവുന്നതാണ്. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിലും നമുക്ക് എന്തെന്ന് എഴുതാവുന്നതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുക്കും. ആ ഓപ്പണിംഗ് ക്യാപിറ്റലിനോട് കൂടി പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും, അല്ലേ, മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അവസാനം എന്ത് കിട്ടുന്നത്, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ ആ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നേരത്തെ നമ്മൾ ലെസ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്സ് ഇവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു, അതിനോടുകൂടി ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ലെസ് ആണ് ചെയ്യുക, ഡ്രോയിങ്സ് നമ്മൾ ലെസ് ആണ് സാധാരണ ചെയ്യുക. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതും ലെസ് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും, അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് എടുക്കുന്നു, അതിനോടുകൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്നു, അതിൽ നിന്നും ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ അതിന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും, ദെൻ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ അതിന് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒക്കെ ഫോർമാറ്റ് സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന സമയത്ത് ഓപ്പണിംഗ് എന്നും ക്ലോസിംഗ് എന്നും ചേർത്താൽ മതി, അല്ലേ. അപ്പോൾ അത് ഏത് ഡേറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡേറ്റ് നോക്കിയും കൊണ്ട് നമുക്കതിനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ്, അല്ലേ. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ദെൻ സ്റ്റോക്കിംഗ് ട്രേഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ദെൻ ഫിക്സ്ഡ് അസറ്റ്സ്. അത് ഓരോന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഫിക്സ്ഡ് അസറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാൻഡ് ഉണ്ടാവാം, പ്ലാന്റ് ഉണ്ടാവാം, ബിൽഡിംഗ് ഉണ്ടാവാം, മെഷീനറി ഉണ്ടാവാം, ഫർണിച്ചർ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ദെൻ അതിൽ നിന്നും നമുക്കറിയാം ലാബിലിറ്റീസ്, അല്ലേ, കറണ്ട് ലാബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലാബിലിറ്റീസ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, മൊത്തം ലാബിലിറ്റീസ്, ഷോർട്ട് ടേം ലാബിലിറ്റീസും ലോങ് ടേം ലാബിലിറ്റീസും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ലാബിലിറ്റീസ് എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറിനെയാണ്, കണ്ടോ, ഈ ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ഡേറ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ക്ലോസിംഗ് ഡേറ്റിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുകയും അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് പോവുകയും ആദ്യം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുകയും അതിനോടുകൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും ദെൻ അതേപോലെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സാധാരണ ഈ നെറ്റ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് സാധാരണ പറയാറ്. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഇൻ ഡിഫറെൻറ്റ് കേസസ്. ഇവിടെ നമുക്ക് തരുന്ന പ്രോബ്ലത്തെ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തത് കേസ് 1, രണ്ടാമത്തത് കേസ് 2, മൂന്നാമത്തത് കേസ് 3 എന്ന് പറയാവുന്നതാണ്. എന്താണ് ഈ ഓരോ കേസും മാറുന്നതിലുള്ള അതിൻ്റെ പ്രത്യേകത? കേസ് 1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ ഗിവൺ. നോക്കൂ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ ഗിവൺ ഇൻ ദ പ്രോബ്ലം.
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സ്റ്റെപ്സ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റെപ്പ് 2 മാത്രം ചെയ്താൽ മതി. എന്താണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് മാത്രം ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ചെയ്യേണ്ടാത്തത്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് മാത്രം ചെയ്താൽ മതി? സ്റ്റെപ്പ് 2 മാത്രം ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായി, ഈ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് 2 മാത്രം മതി, സ്റ്റെപ്പ് 2 ഓൺലി. ഉണ്ടോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഈഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ ബട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ, അല്ലേ? ഈഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ എന്നല്ല, ഈഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഗിവൺ ബട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ നോട്ട് ഗിവൺ. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റലാണ് തരാത്തത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തരാത്തത്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് 1 എന്ത് മാത്രം ചെയ്താൽ മതി? എ ചെയ്യണ്ട, ബി ചെയ്താൽ മതി. എന്തായിരുന്നു ബി എന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യണ്ട. കാരണം എന്താ? ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിലെ, അതായത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലെ ബി എന്ന് പറയുന്നത് ചെയ്യുക, അല്ലേ? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞോടത്തേക്കിനെ പോകുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ബി മാത്രം മതി, എ വേണ്ട. ഇനി എന്തും ചെയ്യുക? സ്റ്റെപ്പ് 2 ചെയ്യുക. എന്താ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ? പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്താണെന്ന് നോക്കൂ. ബോത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ നോട്ട് ഗിവൺ. ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പും പൂർണ്ണമായിട്ട് ചെയ്യേണ്ടി വരും, അല്ലേ? സ്റ്റെപ്പ് 1 എ ചെയ്യണം. എ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ബി ചെയ്യണം. എന്താ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എ പ്രിപ്പയർ ചെയ്തുകൊണ്ട്, എ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള, അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള എന്തുകൂടെ ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും കൂടെ ചെയ്യുക. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. സ്റ്റെപ്പ് 1 and 2 നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തരുന്ന പ്രോബ്ലം ഏതാണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഓരോ കേസിലും നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു രൂപം നമുക്ക് ഇത് പറയുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം, അല്ലേ? അപ്പോൾ കുറേ സമയം നമ്മൾ തിയറി തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടും. ആ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ ഇനി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നമ്മൾ തിയറി പാർട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇനി ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. ഈ കേസ് 3 ആണ്. ബോത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആർ നോട്ട് ഗിവൺ ഇൻ ദ പ്രോബ്ലം. നോക്കൂ, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലത്തിൽ, അപ്പോൾ നമ്മളിവിടെ കേസ് 3 ആയതുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ സ്റ്റെപ്പ് 1 ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കണം. അതായത് സ്റ്റെപ്പ് 1 ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റെപ്പ് 2. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. കെ അപ്പുക്കുട്ടൻ കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി. ദെൻ ഹിസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വർ ആസ് അണ്ടർ. ഇവിടെ അസറ്റ്സ് എല്ലാം ഓരോ 2 വർഷത്തെയും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നിനെ നമുക്ക് ഓപ്പണിംഗ് എന്ന് പറയാം, രണ്ടാമത്തേനെ നമുക്ക് ക്ലോസിംഗ് എന്ന് പറയാം. ഇപ്പോൾ 31 ഡിസംബർ 2012 ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് 31 ഡിസംബർ 2012 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? 31 ഡിസംബർ 2012 എന്ന് പറഞ്ഞാൽ അത് 1 ജാനുവരി 2013 ആണ്. ഇത് 1 ജാനുവരി 2013 ആയിട്ട് ഇതൊക്കെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇതിനെ നമുക്ക് ആ 2013 ക്ലോസിംഗ് ഫിഗർ ആയിട്ട് വിടും. അപ്പോൾ ഓപ്പണിംഗിന്റെ ഫിഗറും തന്നിട്ടുണ്ട്, ക്ലോസിംഗിന്റെ ഫിഗറും തന്നിട്ടുണ്ട്, അസറ്റ്സും തന്നിട്ടുണ്ട്, ലാബിലിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ അസറ്റ്സും ലാബിലിറ്റീസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അസറ്റ്സിൽ നിന്ന് ലാബിലിറ്റി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റം എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം, അല്ലേ? ക്യാഷ് 800, 500. Then sundry debtors, opening 7,600, closing 9,200. Stock 8,000, 7,000. Then plant and machinery 13,000, 17,000. Sundry creditors 3,200, 2,760. Bill payable എന്ന സമയത്ത് ശ്രദ്ധിക്കണം, ബിൽസ് പേയബിൾ ഓപ്പണിംഗിൽ തന്നിട്ടില്ല. എന്തിൽ മാത്രമേ ഉള്ളൂ? ക്ലോസിംഗിൽ മാത്രമേ ഉള്ളൂ. ഇനി അത് കൂടാതെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻസ്? ഡ്യൂറിംഗ് 2013
ഹി ഇൻട്രൊഡ്യൂസ്ഡ് ₹4,000 ആസ് അഡീഷണൽ ക്യാപിറ്റൽ. ഉണ്ടോ? അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ അവിടെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുക. ആ 4,000 രൂപ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കണം. അതുകൂടാതെ ഹി വിഡ്രൂ ₹600 എവ്രി മന്ത് ഫോർ ഹിസ് ഡൊമസ്റ്റിക് എക്സ്പെൻസസ്. അദ്ദേഹത്തിന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്യുന്നു? അതും നമ്മൾ ശ്രദ്ധിക്കണം. എവ്രി മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ എവ്രി മന്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു മാസം 600 രൂപ അയാൾ വിഡ്രോ ചെയ്യുമ്പോൾ 12 മാസത്തേക്ക് നമുക്കറിയാം ആ 600 × 12 നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പ്രോബ്ലം ആൻസർ പേപ്പറൊക്കെ തന്നെ വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. പലപ്പോഴും 600 × 12 ചെയ്യാൻ പലപ്പോഴും വിദ്യാർത്ഥികൾ മറന്നു പോകാറുണ്ട്. 600 എടുത്തുകൊണ്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയും അങ്ങനെ പ്രോബ്ലത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹി വിഡ്രൂ 600 എവ്രി മന്ത് എന്ന് പറഞ്ഞാൽ 600 രൂപ ഓരോ മാസവും അയാൾ വിഡ്രോ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ 600 × 600 × 12 നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? അത്രയും എമൗണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഡ്രോയിങ്സ് ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാവുന്നതാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക? ഇവിടെ 2 എമൗണ്ട് കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 എമൗണ്ട് കോളം കൊടുത്തത് കൊണ്ട് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2ആയിട്ട് ചെയ്യാം. 2ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു എമൗണ്ട് കോളം വരച്ചുകൊണ്ട്, അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, ക്ലോസിംഗ് ഡേറ്റിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എക്സാമിന് സമയം ലാഭിക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എഴുതാനുള്ള ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ എല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ജോലി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ 2 എമൗണ്ട് കോളം വരച്ചുകൊണ്ട് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നന്നാവും. അപ്പോൾ അസറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്പണിംഗിൽ തന്നിരിക്കുന്ന ക്യാഷ് ഓപ്പണിംഗിന്റെ കോളത്തിലും ക്ലോസിംഗിൽ തന്നിരിക്കുന്ന ക്യാഷ് ക്ലോസിംഗിന്റെ കോളത്തിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എന്തൊക്കെ അസറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഈ നോക്കിക്കോളൂ. ഓപ്പണിംഗിൽ ₹800 ക്യാഷ് ഉണ്ട്, 7,600 ഡെറ്റേഴ്സ് ഉണ്ട്, 8,000 സ്റ്റോക്ക് ഉണ്ട്, ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ, ഒരു ഫിക്സഡ് അസറ്റ് ആണ്, 13,000 ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റം നമുക്ക് എടുക്കാനുള്ളൂ. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും ലാബിലിറ്റിയാണ്. അപ്പോൾ ഈ എമൗണ്ടുകളൊക്കെ 800, 7,600, 8,000, 13,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ എമൗണ്ട് കൊടുത്ത് കാണിക്കുക. അതേപോലെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ അസറ്റ് സൈഡിൽ 500, 9,200, 7,000, 17,000 നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ ആ ഓർഡറിൽ തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 800, 7,600, 8,000, 13,000, then 500, 9,200, 7,000, 17,000. അസറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എന്തിലേക്ക് പോകാവുന്നതാണ്? ലാബിലിറ്റിയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ എന്തൊക്കെ ലാബിലിറ്റിയാണ് തന്നിരിക്കുന്നത് നോക്കുക. ലാബിലിറ്റി ആകെ 2 ഉള്ളൂ. ഏതൊക്കെയാ? സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേബിൾ. അതിൽ തന്നെ ഓപ്പണിംഗിൽ എന്തില്ല? ബിൽസ് പേബിൾ ഇല്ല. സൺട്രി ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിൽ 3,200, ക്ലോസിംഗിൽ 2,760. ദെൻ ബിൽസ് പേബിൾ ഓപ്പണിംഗിൽ ഇല്ല, ക്ലോസിംഗിൽ 1,200. നോക്കൂ, എടുത്ത് നോക്കൂ. സൺട്രി ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിൽ 3,200, ക്ലോസിംഗിൽ 2,760. ദെൻ ബിൽസ് പേബിൾ ഓപ്പണിംഗിൽ ഇല്ല, ക്ലോസിംഗിൽ 1,200. ഇനി നമ്മൾ ചെയ്യേണ്ടത് അസറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക. ആദ്യം നമുക്ക് ക്ലോസിംഗ് അല്ലേ എമൗണ്ടിന്റെ, അതായത് ക്ലോസിംഗ് എന്ന് പറയുന്ന ആ ഡേറ്റിലുള്ള 31 ഡിസംബർ 2013 ഈ എമൗണ്ട് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 പ്ലസ് 9,200 പ്ലസ് 7,000 പ്ലസ് 17,000 എന്ന് നമ്മൾ ആഡ് ചെയ്താൽ 33,700 എന്ന് നമുക്ക് കിട്ടും. ഈ ടോട്ടൽ ഈ 33,700 ഇവിടെ കിട്ടിയിട്ടുള്ള ഈ 33,700 ടോട്ടൽ എമൗണ്ട് അസറ്റ്സ് ആണ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ആ ടോട്ടലിനെ എവിടേക്ക് എഴുതുന്നു? ഇവിടെ ഈ കോളത്തിലേക്ക്, അതായത് ലാബിലിറ്റിന്റെ ഈ കോളത്തിലെ ടോട്ടൽ എമൗണ്ടിലേക്ക് നമ്മൾ എഴുതുന്നു. ഈ സെയിം എമൗണ്ട്, ഈ എമൗണ്ട് കിട്ടിയത് 33,700 നമുക്ക് കിട്ടിയത് ഈ ഐറ്റം എല്ലാം ആഡ് ചെയ്തിട്ടാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 33,700 നമ്മൾ നേരെ എവിടെ കൊണ്ട് എഴുതുന്നു? ലാബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എഴുതുന്നു. ഇനി അതേപോലെ തന്നെ ഓപ്പണിംഗിലുള്ള എമൗണ്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. 800 പ്ലസ് 7,600 പ്ലസ് 8,000 പ്ലസ് 13,000. അപ്പോൾ നമുക്ക് 29,400 എന്ന് കിട്ടുന്നു. ഈ 29,400നെ നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ ലാബിലിറ്റി സൈഡിലെ ഈ ഓപ്പണിംഗിന്റെ ടോട്ടൽ ആയിട്ട് എഴുതുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 3,200 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ 2,300, ഇവിടെ 29,400ൽ നിന്ന് 3,200 മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 26,200 കിട്ടും. ഈ 26,200 ആണ് നമ്മുടെ ക്യാപിറ്റൽ, അതായത് ബാലൻസിങ് ഫിഗർ. ഇവിടെ ബാലൻസ് ചെയ്താൽ കിട്ടുന്ന നമ്മുടെ ബാലൻസിങ് ഫിഗർ ആണ് 26,200, അല്ലെങ്കിൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റി. അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടി 29,400 കിട്ടി. അതിൽ നിന്ന് ലാബിലിറ്റി സൺട്രി ക്രെഡിറ്റേഴ്സ് 3,200 മൈനസ് ചെയ്താൽ 26,200 നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. 33,700 നമുക്ക് ടോട്ടൽ കിട്ടി.
ആ 33,700 നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യുക? 2,760, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് 1,200, ബിൽസ് പേയബിൾ മൈനസ് ചെയ്താൽ 29,740. ഇവിടെ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ക്വസ്റ്റനിൽ തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ, നേരത്തെ ഫോർമാറ്റിൽ കണ്ടതുപോലെ ആദ്യം നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ 29,740 അല്ലേ? എന്നിട്ട് ഡ്രോയിങ്സ് ഉണ്ടോ നോക്കണം, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടോ നോക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാ നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ, ആ ഡേറ്റും കൂടെ വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. എത്ര? 31 ഡിസംബർ 2013, 29,740. എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? 29,000 കേട്ടോ, 29,740 കണ്ടോ, 29,740. ഡ്രോയിങ്സ് ചെയ്ത സമയത്ത് ആഡ് ഡ്രോയിങ്സ് എന്നാ അല്ലേ? അപ്പോൾ ഡ്രോയിങ്സ് 600 × 12 എത്ര ഉണ്ടാവും? 7,200. അതിന് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്താൽ എത്ര കിട്ടും? 36,940. അപ്പോൾ 29,740 കൂടി 7,200 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 36,940 എന്ന് കിട്ടി. ഇനി അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എത്ര? അഡീഷണൽ ക്യാപിറ്റൽ 4,000 rupees. ഹി ഇൻട്രൊഡ്യൂസ് 4,000 ആസ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ 4,000 rupees നമ്മൾ എന്ത് ചെയ്യണം? ലെസ് അഡീഷണൽ ക്യാപിറ്റൽ 4,000. അപ്പോൾ 4,000 നമ്മൾ മൈനസ് ചെയ്തു. 36,940 മൈനസ് 4,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 32,940. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യണം അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളെ ക്വസ്റ്റനിൽ തന്നിട്ടില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചു 26,200 അല്ലേ? ഈ 26,200 നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുന്നു. 26,200 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6,740 rupees ഈസ് ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ട്, ഇത് നേരത്തെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്. നോക്കുക, +1 അക്കൗണ്ടിംഗ് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ച മറ്റൊരു ചോദ്യം നമ്മളിവിടെ വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. മിസ്റ്റർ മുനീർ, എ ഫ്രൂട്ട് മർച്ചന്റ്, മെയിൻറ്റെയിൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അക്കൗണ്ടിംഗ്. Then name the statement prepared by him to find out opening capital. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇയാൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? അപ്പോൾ അതിന് ഏക്കുള്ള ആൻസർ നമ്മൾ എഴുതണം. അതിന് പ്രത്യേക മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ആൻസർ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്, ഓർത്ത് വെക്കുക. രണ്ടാമതായിട്ട് ഫൈൻഡ് ഔട്ട് ഹിസ് ക്യാപിറ്റൽ ഓൺ 1st April 2015. 1st April 2015 ഇയാളെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഫ്രം ദ ഇൻഫർമേഷൻസ് ഗിവൺ ബിലോ, ആ ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. 14,000, 26,000 മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ് 6,300, ബിൽസ് പേയബിൾ 3,450, സൺട്രി ഡെറ്റേഴ്സ് 15,700, സൺട്രി ക്രെഡിറ്റേഴ്സ് 4,800, ക്ലോസിംഗ് സ്റ്റോക്ക് 7,300. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റ്സും ലാബിലിറ്റീസും ഒക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 31st March 2016. അപ്പോൾ 31st March 2016 അല്ലേ, ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഈഫ് ഹിസ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് അമൗണ്ടിങ് ടു rupees 67,500 അല്ലേ? ഇപ്പോൾ ഇത് ഏത് മെത്തേഡിൽ അല്ലെങ്കിൽ ഏത് കേസാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലെ ഏത് കേസാണ്? ഇതിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? കണ്ടോ, ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസസ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നമ്മൾ നേരത്തെ ഓരോ കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്നും കൂടെ പഴയ സ്ലൈഡിലേക്ക് നമ്മൾ പോവാണ്. ആ കേസ് ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലേ? ഇവിടെ ഇപ്പം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തരാത്തത് കൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്യണം. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലെ നമ്മൾ ചെയ്യണം അല്ലേ? ഇതിവിടെ കണ്ടല്ലോ ഏതൊക്കെ ABC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ? അതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു കണ്ടോ? ഈ സ്റ്റെപ്സിലേക്ക് വരിക, പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതിലെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന നമ്മൾ ചെയ്യണോ? B ചെയ്യണോ? B നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് B ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം B പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യണോ? കാരണം എന്താണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലെ
എ എന്ന് പറയുന്ന ഭാഗം ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അത് നമ്മൾ ചെയ്യണം. ഇനി രണ്ടാമത്തത് സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ടാത്തത് എന്താണ്? ക്ലോസിംഗ് എന്ന് പറയുന്ന ക്യാപിറ്റൽ തന്നതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാവുന്നതാണ്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ആദ്യം തന്നെ കണ്ടെത്താം. എന്താ? നെയിം ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ഹിം ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടി ഇയാൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ പേര്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് എഴുതുന്നതോടെ എ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇതിൽ ഫർണിച്ചർ അസറ്റാണ്, മെഷീനറി അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ബിൽസ് പേയബിൾ ലാബിലിറ്റി ആണ്, സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ ഇതിൽ അസറ്റിൽ ലാബിലിറ്റി ആയിട്ടുള്ള ഐറ്റം വളരെ കുറഞ്ഞ ഐറ്റം മാത്രമേ ഉള്ളൂ. ഒന്ന് ബിൽസ് പേയബിൾ, രണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ്. ബാക്കിയുള്ള എല്ലാ ഐറ്റവും എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റ്സ് എല്ലാം നമ്മൾ ഒരു ഭാഗത്ത് എഴുതും. ലാബിലിറ്റി രണ്ടെണ്ണം മാത്രം, ഒന്ന് ബിൽസ് പേയബിൾ, രണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ്. അത് രണ്ടും നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതും. ദെൻ അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കേട്ടോ, ഒന്നാമത്തേന് ഉത്തരവോട് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഒപ്പം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എന്റെ ആൻസർ ബി ഇതാ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 6300, സൺട്രി ഡെറ്റേഴ്സ് 15700, ക്ലോസിംഗ് സ്റ്റോക്ക് 7300, ഫർണിച്ചർ 14000, മെഷീനറി 26000. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സ് എല്ലാം ആദ്യം എഴുതി, ഏറ്റവും അവസാനമാണ് ഫർണിച്ചർ മെഷീനറി എഴുതിയത്. ഇത് രണ്ട് ഫിക്സ്ഡ് അസറ്റ് ആണ്. എഴുതി ടോട്ടൽ 69,300. രണ്ട് ലാബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ബിൽസ് പേയബിൾ 3,450, രണ്ടാമത് സൺട്രി ക്രെഡിറ്റേഴ്സ് 4,800. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് എല്ലാം ടോട്ടൽ ചെയ്തു. അപ്പോൾ 69,300 എന്ന് കിട്ടി. ഈ 69,300 നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അസറ്റ് സൈഡ് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു, അസറ്റ്സിന്റെ ടോട്ടൽ ലാബിലിറ്റിയിലും കാണിച്ചു. എന്നിട്ട് ബാലൻസ് ചെയ്തു. ഈ 69,300 നിന്ന് 3,450 നമ്മൾ മൈനസ് ചെയ്തു, 4,800 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 61,050 റുപ്പീസ് ഈസ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. ക്ലോസിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. വേറെ ഡ്രോയിങ്സ് ഇല്ല, അഡീഷണൽ ക്യാപിറ്റൽ ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇനി വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇനി വരയ്ക്കേണ്ട കാര്യമില്ല. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ തന്നെ എളുപ്പത്തിൽ കാണാവുന്നതാണ്. ഇത് ചെറിയ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇനി വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നൊന്നും പറഞ്ഞ് വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഡ്രോയിങ്സ് തന്നിട്ടില്ല, അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ഇങ്ങനെ കാണാവുന്നതാണ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് മൈനസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ 67,500. ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 61,050. അതങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6,450 ഈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ 6,450 രൂപ പ്രോഫിറ്റ് കിട്ടി. കേട്ടോ, ഇതൊരു കുറച്ചുകൂടെ ചെറിയൊരു പ്രോബ്ലം. ഇവിടെ നമുക്ക് അതിന് മാർക്കും കുറച്ച് കുറവാണ് അല്ലേ? കുറഞ്ഞ മാർക്കിന് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റൻസ് ചോദിക്കാം. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാവുന്നതാണ് അല്ലേ? ഈ ക്വസ്റ്റൻസ് നോക്കൂ. എ റീറ്റെയിൽ ട്രേഡർ ഹാഡ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നോക്കൂ. But from the following details, you are required to ascertain profit or loss for the year ended 30th June 2019 and also prepare statement of affairs as on that date. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്, ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് തന്നിട്ടുണ്ട്, മോട്ടോർ വാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അസറ്റ്സ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ലാബിലിറ്റീസും അതിലുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ലാബിലിറ്റീസ് ഉള്ളത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റി ആണ്. ദെൻ വേറെ എന്തൊക്കെ ലാബിലിറ്റീസ് ഉള്ളത് നോക്കൂ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്റ്റോക്ക് ഇൻ ട്രേഡ്, ദെൻ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, ദെൻ ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റി ആണ്, ബിൽസ് റിസീവബിൾ അസറ്റ് ആണ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അസറ്റ് ആണ്, മോട്ടോർ വാൻ അസറ്റ് ആണ്. ഇപ്പോൾ 2 ഡേറ്റിലെയും നമുക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് കൂടാതെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് ഒന്നും കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ദ ഡ്രോയിങ്സ് ഫോർ ദി ഇയർ അമൗണ്ടഡ് ടു ₹2,600. ഡ്രോയിങ്സ് ഉണ്ട്. ഡിപ്രിസിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഫർണിച്ചർ ഡിപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട് 10%. ആൻഡ് റൈറ്റ് ഓഫ് ₹300 ഓൺ മോട്ടോർ വാൻ. അപ്പോൾ മോട്ടോർ വാൻ ഡിപ്രിസിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാ? 300 എന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഫർണിച്ചറിന്റെ എമൗണ്ട് തന്നിട്ടില്ല, 10% എന്നാണ് തന്നത്. അപ്പോൾ 10% നമ്മൾ കാണണം. ഫർണിച്ചറിന്റെ വാല്യൂ എടുത്തിട്ട് നമുക്കതിന്റെ 10% കണ്ടുപിടിക്കണം. ഇതിനടുത്ത് നോക്കൂ. ആസ് റിഗാർഡ്സ് ടു ദ ഡെറ്റേഴ്സ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ₹500 ആർ ഇറിക്കവറബിൾ. അപ്പൊ എന്താണ്? ഡെറ്റേഴ്സിൽ നിന്നും 500 വീണ്ടും ഇറിക്കവറബിൾ ആയി എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് ആയി എന്നാണ്. ഫർദർ ബാഡ് ഡെറ്റ് 500.
ആൻഡ് ക്രിയേറ്റ് എ ഫർദർ റിസർവ് 5% ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്റെ മുകളിൽ 5% നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ പ്രൊവിഷൻ എന്ന് പറയാറില്ലേ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആൾസോ ക്രിയേറ്റ് റിസർവ് ₹700 വിത്ത് റെസ്പെക്ട് ടു ബിൽസ് റെസ്യൂബിൾ. ബിൽസ് റെസ്യൂബിളിന്റെ മുകളിൽ ₹700 റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ഒരു കുറച്ചും കൂടെ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിനേക്കാളും പിന്നെ രണ്ടാമത് ചെയ്ത പ്രോബ്ലത്തിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ദെൻ അവസാനം നമുക്ക് പ്രോഫിറ്റും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രോഫിറ്റ് എന്തുമാത്രം കണ്ടെത്തിയാൽ പോരാ, ആദ്യം നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തണം. അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ ഡിപ്രിസിയേഷൻ ഉണ്ട്, ബാഡ് ഡെറ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ട്, ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് റെസ്യൂബിൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനം പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം, നല്ല പ്രോബ്ലമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് രീതിയിലും രണ്ട് പ്രോബ്ലത്തിലും ചെയ്തതായതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എടുക്കുന്നു. എത്രയാണ് ക്യാഷ് ഇൻ ഹാൻഡ്? 250 1200 അല്ലേ, 250 1200 ക്യാഷ് ഇൻ ഹാൻഡ് എടുത്തു. രണ്ടാമത്തെ എന്തായിരിക്കുന്ന സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് നോക്കൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് എത്രയുണ്ട്? സ്റ്റോക്ക് ഇൻ ട്രേഡ് 16,700 18,500 അല്ലേ, 16,700 18,500. ഇനി നമുക്ക് ബിൽസ് റെസീവബിൾ എടുക്കാം അല്ലേ. ബിൽസ് റെസീവബിൾ നോക്കൂ, 15,050 14,200. ബിൽസ് റെസീവബിൾ 15,050 14,200. അടുത്ത നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് എടുക്കാം അല്ലേ. എത്രയുണ്ട് സൺട്രി ഡെറ്റേഴ്സ്? എത്രയുണ്ട് നോക്കൂ. സൺട്രി ഡെറ്റേഴ്സ് 11,200 10,500 11,200 10,500 അല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ കറണ്ട് അസറ്റ്സ് ഒക്കെ ഏറെക്കുറെ ആയി കഴിഞ്ഞു. ക്യാഷ് ഇൻ ഹാൻഡ് എടുത്തു, സ്റ്റോക്ക് എടുത്തു, ബിൽസ് റെസീവബിൾ എടുത്തു, സൺട്രി ഡെറ്റേഴ്സ് എടുത്തു. ഇനി ബാക്കിയുള്ളത് എന്താണ്? ഫിക്സഡ് അസറ്റ്സ് ആണ്. എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ്? ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഉണ്ട്, മോട്ടോർ വാൻ ഉണ്ട് അല്ലേ. എമൗണ്ട് ഒക്കെ വളരെ ചെറുതാണെങ്കിലും ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആയിട്ട് 1,500 രണ്ടിലും 1,500 ആണ്. അപ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 1,500 നമുക്ക് എടുക്കാം. മോട്ടോർ വാൻ അതുപോലെ 1,900. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞു അല്ലേ. അസറ്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ലാബിലിറ്റി ഇതിൽ വളരെ കുറവാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്തെടുക്കാം? സൺട്രി ക്രെഡിറ്റേഴ്സ് എടുക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ട് നോക്കൂ. സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് നമുക്ക് ഇതിൽ നോക്കാവുന്നതാണ്. 15,400 ദെൻ 14,000 15,400 14,000. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് അടുത്തായിട്ട് എടുക്കേണ്ടത്. 20,200 19,400 20,200 19,400 ഉണ്ടോ. ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അസറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അസറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്യുക. അസറ്റ്സ് നമ്മൾ ക്ലോസിംഗ് ഡേറ്റിൽ, ആ ഡേറ്റ് ശ്രദ്ധിക്കണേ, 1/7/2000 അല്ലേ. ഇത് 1/7/2008 എന്നുള്ളതാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ദെൻ 30th June 2009 എന്ന് പറയുന്നതാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 1/7/2008 1/7 എന്ന് പറഞ്ഞാൽ July 1st 2008. അപ്പോൾ July 1st 2008 എന്ന് പറയുന്നതാണ് ഓപ്പണിംഗ് ഡേറ്റ്. ദെൻ 30/6 അതായത് ജൂൺ 30 2009 2008 അല്ല 2009 അതാണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ഓപ്പണിംഗിൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, അസറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്തു, 47,800 കിട്ടി. ആ ടോട്ടൽ നമ്മളിവിടെ ലാബിലിറ്റി സൈഡ് കാണിക്കുന്നു 47,800. അതിൽ നിന്ന് രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യുന്നു, ഒന്ന് 14,000 ഒന്ന് 19,400. അത് മൈനസ് ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. 14,400 ഈസ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി അസറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. 46,600 നമുക്ക് കിട്ടി. ആ 46,600 നിന്ന് 15,400 20,200 നമ്മൾ മൈനസ് ചെയ്യുന്നു, അതായത് ലാബിലിറ്റീസ് മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്താൽ 11,000 ഈസ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിവിടെ നമുക്ക് തന്നിട്ടില്ല. ആ തന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കണം അല്ലേ. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യണം അല്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റലോടെ നമ്മൾ വായിച്ചതായിട്ട് അല്ലേ, എന്ന് വായിച്ച സമയത്ത് കണ്ടില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു പോവാം. ഇവിടെ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്കിവിടെ കണ്ടുപിടിച്ച 14,400 നമ്മൾ എടുത്തു. ദെൻ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് അല്ലേ, 11,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള എമൗണ്ട് അങ്ങ് ചെയ്തു. ഇനി അത് ആദ്യം നമുക്ക് വേണമെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് ഡ്രോയിങ്സ് ആഡ് ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തു, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ അങ്ങ് മൈനസ് ചെയ്തു, എന്നിട്ട് ഡ്രോയിങ്സ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തു, അതിനോടുകൂടി ഡ്രോയിങ്സ് ആഡ് ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡ്രോയിങ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തതോടെ അല്ലേ, ഡ്രോയിങ്സ് എത്ര റുപ്പീസ് ഉണ്ടായിരുന്നു? അപ്പോൾ ആദ്യം നമ്മൾ 14,400 11,000 അല്ലേ റുപ്പീസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്തപ്പോൾ 3,400 എന്ന് നമുക്ക് കിട്ടി. അതിനോടുകൂടി ഡ്രോയിങ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തു 2,600. അപ്പോൾ നമുക്ക് 6,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ
അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മുമ്പേ ഉള്ള ലാഭം എന്ന് പറയുന്നത് 6000. ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാനുണ്ട്, ബാഡ് ഡെറ്റ് മൈനസ് ചെയ്യാനുണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് മൈനസ് ചെയ്യാനുണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് റിസീവബിൾ മൈനസ് ചെയ്യാനുണ്ട്. ഇത്രയും മൈനസ് ചെയ്താൽ, ഇത്രയും കൂടെ ലെസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതിൽ ഡിപ്രിസിയേഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ, ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷനും മോട്ടോർ വാൻ്റെ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. എത്ര? 300. ഇനി ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ചെറിയ എമൗണ്ടാണ്. 1500ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 150 രൂപ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡിപ്രിസിയേഷൻ നമുക്കിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിപ്രിസിയേഷൻ 150 അല്ലേ? ഡിപ്രിസിയേഷൻ 150 രൂപ നമുക്ക് എങ്ങനെ കിട്ടിയത്? 1500 × 10/100 150 രൂപ ഉണ്ടാവും. മോട്ടോർ വാൻ ഡിപ്രിസിയേഷൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി ബാഡറ്റ് ആണ് അല്ലേ? ബാഡറ്റ് നമ്മളിവിടെ പറഞ്ഞ സമയത്ത് കണ്ടോ 500 രൂപ ഇറിക്കവറബിൾ ആയി എന്ന് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ₹500 ആർ ഇറിക്കവറബിൾ. ഇതാണ് ഫർദർ ബാഡറ്റ് അല്ലെങ്കിൽ ബാഡറ്റ് എന്ന് പറയുന്നത്. ബാഡറ്റ് 500 രൂപ ഉണ്ട്. അപ്പോൾ 500 രൂപ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ബാഡറ്റ് നമുക്ക് മൈനസ് ചെയ്യാം. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമ്മൾ എന്തിൻ്റെ മുകളിൽ കാണുക? ഡെറ്റേഴ്സിൻ്റെ മുകളിൽ കാണുക അല്ലേ? അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് തന്നാൽ എത്ര നോക്കാം. എത്ര ഡെറ്റേഴ്സ് ഉള്ളത്? 10,500 ആണ് നമുക്ക് ഡെറ്റേഴ്സ് തന്നത്. അപ്പോൾ ആ 10,500ൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് മൈനസ് ചെയ്യണം? ബാഡറ്റ് മൈനസ് ചെയ്യണം. അത് ശ്രദ്ധിക്കണേ. 10,500ൽ നിന്നും ബാഡറ്റ് 500 മൈനസ് ചെയ്യുക. അപ്പോൾ 10,000. ആ 10,000ൻ്റെ എത്ര ശതമാനം? 10%. 10,000ൻ്റെ 10% എന്തെന്ന് പറയുന്നത് ഇവിടെയല്ല, ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിസർവ് 5% ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ 5%, 10% അല്ല, 5%. അപ്പോൾ 10,000 × 5/100 എത്ര ഉണ്ടാവും? 500 rupees ഉണ്ടാവും. അതാണ് ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 500 നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ വേറെ ഇതിവിടെ നോട്ട് എഴുതി കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. 10,500 ആണ് നമ്മുടെ ഡെറ്റേഴ്സ് അല്ലേ? ആ 10,500ൽ നിന്ന് ബാഡറ്റ് നേരത്തെ നമുക്ക് ഇറിക്കവറബിൾ എന്ന് പറഞ്ഞ് 500 രൂപ തന്നിട്ടുണ്ട്. ആ ബാഡറ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? കഴിഞ്ഞ ഒരു മൊഡ്യൂൾ ഇതേപോലെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്ത സമയത്ത് അതിൽ ഇതേപോലെയുള്ള അത് നമ്മൾ കഴിഞ്ഞ ആ ചാപ്റ്ററിൽ പഠിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഡബിൾ എൻട്രിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സോ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സോ ഒക്കെ കാണുമ്പോൾ നേരത്തെ ഉള്ള ബാഡറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 10,500ൽ നിന്നും 500 മൈനസ് ചെയ്താൽ ബാക്കി 10,000 × 5/100 അതാണ് 500 രൂപ എന്ന് പറയുന്നത്. 10,000 × 5/100 അതാണ് 500 രൂപ. അപ്പോൾ ബാഡറ്റും 500 രൂപ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും 500 രൂപ ഉണ്ട്. അപ്പോൾ 500 രൂപ വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് റിസീവബിൾ, അത് നമുക്ക് ക്വസ്റ്റനിലെ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അവിടെ നോക്കൂ, 700. റിസർവ് ഓഫ് ₹700 വിത്ത് റെസ്പെക്ട് ടു ബിൽസ് റിസീവബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 700 rupees തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്യാനുള്ള എമൗണ്ട് എല്ലാം കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു. 150 + 300 + 500 + 500 + 700 അപ്പോൾ 2,150 എന്ന് കിട്ടും. ആ 2,150 ഒരുമിച്ച് നമുക്ക് 6,000ൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യാം. 6,000ൽ നിന്ന് ഈ 2,150 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3,850 rupees ആയിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ചെയ്തത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബിഫോർ അഡ്ജസ്റ്റ്മെന്റും കാണാനുണ്ട്, ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റും കാണാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ പിന്നെ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടെ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.